ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് SCERT ക്ലാസ്സും NCERT ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ തുടർച്ചയായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ ഹിസ്റ്ററിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? സ്വാതന്ത്ര്യ സമരം വരെ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ SCERT ചാപ്റ്റർ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഴയ SCERT ആണ്. പഴയ SCERTയിൽ നമുക്ക് 2 ചാപ്റ്റർ വരുന്നുണ്ട്. ഒന്ന് 7ാം ക്ലാസ്സിലും ഒന്ന് 10ാം ക്ലാസ്സിലാണ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ചാപ്റ്റേഴ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു സോഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കയ്യിലുണ്ടായിരിക്കും. ഇപ്പോൾ വേറൊരു ഫയലോ അല്ലെങ്കിൽ വേറൊന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നില്ല. ഈ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു SCERT ഭാഗങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് NCERT ക്ലാസ് നോക്കാം. NCERTയിലും ഈ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് സെറ്റായിട്ട് വരും. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്സുകളിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിക്സുകളൊക്കെ പഠിച്ചതിന് ശേഷം ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോ SCERT ചാപ്റ്റേഴ്സ് തരുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഓരോ ചാപ്റ്ററുകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ NCERT ചാപ്റ്റേഴ്സ് പോയിന്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ പഴയ SCERTയിലെ 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന കൃതിയിലെ അമ്മ എന്ന് പറയുന്ന അനുഭവ കഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അവിടെ ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് സത്യാഗ്രഹ സമരത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അല്ലേ? 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആഗമനം എന്താണ്? ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തിലുടനീളം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ലളിതമായ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയൊക്കെയാണ് അദ്ദേഹം അതിലൂടെയൊക്കെ ആളുകൾക്ക് മാതൃക കാട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായിട്ട് സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹം എന്ന് പറയുന്ന പുതിയൊരു സമര രീതി രൂപപ്പെടുത്തി. ആശയ പ്രചാരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അതുപോലെ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് എല്ലാവരുമായിട്ട് സംവദിക്കുന്നത് അല്ലേ? ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച ആളാണ് ഗാന്ധിജി. അതുപോലെ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആശയ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ കൂടുതലും അദ്ദേഹം സത്യാഗ്രഹമാണ് അല്ലേ? സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സമര രീതി എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ സത്യാഗ്രഹം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നുണ്ട്. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ഇനി ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിട്ടായിരുന്നു ഈ ഒരു സത്യാഗ്രഹം. ഇതിൻ്റെ ഫലമായിട്ട് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർ നേരിട്ടിട്ടുള്ള ചൂഷണത്തിനെതിരെയാണ് അദ്ദേഹം ഈ ഒരു സത്യാഗ്രഹം നടത്തിയത്.
1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണി മിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. അപ്പോൾ 1918 ഗാന്ധിജി അഹമ്മദാബാദ് മിൽ സമരല്ലേ, അതായത് തുണി മിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സമരം നയിച്ചത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അഹമ്മദാബാദ് സമരമാണ് അല്ലേ. ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ 1918 അഹമ്മദാബാദ് സമരമാണ്. ഈ 1918 തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഇതാണ് കേദ സത്യാഗ്രഹം. അതായത് അതേ വർഷം ഗുജറാത്തിലെ കേദിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പം എന്താ പറയുന്നത്, കേദയിൽ ഒരു സത്യാഗ്രഹം നടത്തുന്നുണ്ട് 1918 തന്നെ. എന്താണ്, വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ പക്ഷേ ബ്രിട്ടീഷുകാർ ഈ ഒരു ആവശ്യം നിരസിക്കുകയാണ്. അങ്ങനെയാണ് ഗാന്ധിജി ഈ ഒരു സത്യാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത്. ഇനി 1919 എന്ത് വരുന്നത്? റൗളത്ത് നിയമം വരുന്നത്. 1919 റൗളത്ത് നിയമം വരുന്നത്. ഇതിനെയാണ് ഗാന്ധിജി കരി നിയമം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരി നിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗളത്ത് നിയമം. അപ്പോൾ ഇതിൽ കൂടുതലും ആൾക്കാർക്ക് കൂടുതലായിട്ട് ആളുകളുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ഈ ഒരു നിയമമാണ്, റൗളത്ത് നിയമമാണ്. ഈ റൗളത്ത് നിയമത്തിൽ എന്താ പറയുന്നത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാല തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. എന്താണ് പറയുന്നത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. അങ്ങനെ 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അത്ഭുതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. അപ്പോൾ എന്താ പറയുന്നത്? 1919 ഏപ്രിൽ 6 ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഹർത്താൽ അല്ലെങ്കിൽ കരിദിനമായിട്ട് ആചരിക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ 1919 ഒന്ന് റൗളത്ത് നിയമമാണ്. റൗളത്ത് നിയമത്തിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞു. ഈ ഒരു റൗളത്ത് നിയമത്തിനെതിരെയായിട്ട് എല്ലാവരും കൂടി നോക്കിയൊക്കെയും റൗളത്ത് നിയമത്തിനെതിരെ എന്നല്ല, ആ ഒരു സമയത്ത് തന്നെ 1919 തന്നെ നടന്നിട്ടുള്ള വേറൊരു സംഭവമാണ് നമുക്കറിയാവുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ സത്യപാലും പിന്നെ ആരാണ്? സൈഫുദ്ദീൻ കിച്ചലുമാണ് അല്ലേ. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ട് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാണ്. 3 വശവും മതിലുകളാണ്. അപ്പോൾ ആർക്കും എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല. ആ ഒരു കവട മാത്രമേ ഉള്ളൂ. ആ കവടത്തിൽ ആരും നിൽക്കുകയാണ്? ബ്രിട്ടീഷുകാർ നിൽക്കുകയാണ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി എന്ത് ചെയ്തു? കൈസർ എ ഹിന്ദ് എന്ന് പറയുന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. ദേശവ്യാപകമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ കൈസർ എ ഹിന്ദ് എന്ന് പറയുന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ആരാണ് നിരസിക്കുന്നത്? ടാഗോറാണ് നിരസിക്കുന്നത്. അതുപോലെ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. ഇനി ജാലിയൻ വാലാബാഗ് സംഭവം ഒരു നാടകമാക്കി അവതരിപ്പിക്കാൻ ധീരനായ ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ബാലനായ ഉദ്ധം സിംഗ്. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. അങ്ങനെ 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കി. നെക്സ്റ്റ് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ അല്ലേ. അപ്പോൾ ഖലീഫ എന്നറിയപ്പെടുന്നത് എന്താണ്? തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയയിലെ ഭരണാധികാരിയാണ്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും കൂടിയാണ് ഈ ഖലീഫ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖലീഫയ്ക്കെതിരായിട്ടുള്ള നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്.
ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അപ്പോൾ ഈ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. എന്നാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 1919 ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു എന്ന് പറഞ്ഞു. 1919 ഖരി നിയമത്തെക്കുറിച്ച് പറഞ്ഞു, റൗലത്ത് നിയമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലൊക്കെ നടന്നത് 1919. നെക്സ്റ്റ് വരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ് നടന്നത് 1920 അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. ബഹുജന സമരമാണ് ആദ്യത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തന്നെയാണ്? നിസ്സഹകരണ സമരമാണ്. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. 1920 കൽക്കത്തയിൽ ചേർന്ന INCയുടെ നേതൃത്വത്തിൽ അതായത് INCയിലെ ഒരു സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന്, ഇതാണ് 1920 നാഗ്പൂർ സമ്മേളനം അല്ലേ. ഇതിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകുന്നത്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതി. എന്നാണ്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമാണ്: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എന്നിവയൊക്കെയാണ്. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാലോ ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, പിന്നെ ഐത്തോച്ചാടനം, പിന്നെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. അപ്പോൾ അങ്ങനെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വേണ്ടാന്ന് വയ്ക്കുന്ന കാര്യങ്ങൾ, നിഷേധിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു, ക്രിയാത്മക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് നിസ്സഹകരണ സമരത്തെക്കുറിച്ച് നമുക്ക് ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? മലബാർ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷകദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. അപ്പോൾ 1921 മലബാർ കലാപം നടക്കുന്നത്. അതായത് മലബാർ ഭാഗത്ത് കുടിയൊഴിപ്പിക്കലും അന്യായമായ നികുതി പിരിവും ഉയർന്ന പാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജന്മിമാരില്ലേ ഈ തുടങ്ങിയ ദ്രോഹ നടപടികളൊക്കെ ആര് ചെയ്യുന്നത്? ജന്മിമാരാണ് ചെയ്യുന്നത്. ആരുടെ മേത്താണ് ഇതൊക്കെ? കർഷകർക്ക് മേലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ, ജന്മിമാർ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഗാന്ധിജി കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമാക്കുന്നത്. ആ സമയത്താണ് ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയുമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാരായിരുന്നു. അതിനാൽ തന്നെ മാപ്പിള കലാപം എന്ന് അതിനറിയപ്പെട്ടു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വെള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരൻ്റെ സഹായികളുമായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോക്ഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പം ഈ ഒരു സമയത്താണ് എന്ത് വരുന്നത്? ഒരു പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു
ന്യൂസ് വരുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അത് ആ സമയത്ത് മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലൊക്കെ കലാപം നടക്കുകയാണ്. അങ്ങനെ ഇവിടെ ജന്മിമാരും ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയും ജന്മിമാർക്കെതിരെയും സമരം നടക്കുന്നുണ്ട്. ആ സമയത്ത് ആലി മുസ്ലിയാറും അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെയാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ആര് വധിക്കുകയാണ്? ബ്രിട്ടീഷുകാർ വധിക്കുകയാണ്. 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവിപ്രാളത്തിൽ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് തിരൂരിൽ നിന്നാണ് കേട്ടോ. കാരണം കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരൂരിന് പകരം തൃശ്ശൂർ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് ഈ കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ കൊണ്ടുപോകാണ്. പക്ഷേ ഈ അത്രയും കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന കാരണം തന്നെ കുറേ പേര് അവിടെ മരണമടയുന്നുണ്ട്. അങ്ങനെ 1921 നവംബർ 10 ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വാഗൺ കൂട്ടക്കൊല നടന്നതെന്നാണ് 1921 നവംബർ 10. നെക്സ്റ്റ് ചൗരി ചൗര സംഭവം 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുല രാജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമരതത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെക്കുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. അതായത് ചൗരി ചൗര ഗ്രാമത്തിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ വേണ്ടിയിട്ട് ഒരു കലാപം കർഷകർ സംഘടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി കർഷകർ സംഘടിക്കുകയാണ്. ആ സമയത്ത് കുറേ പോലീസുകാർ ഈ കർഷകരുടെ ജാഥയ്ക്ക് നേരെ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ബോംബ് എടുത്ത് എറിയാണ് അല്ലേ. എവിടേക്ക് എറിയാണ്? നമ്മുടെ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷൻ അങ്ങനെ അഗ്നിക്കിരയാക്കാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹിംസയിലൂടെയാണ് അല്ലേ, അഹിംസയിൽ അധിഷ്ഠിതമായുള്ള സമരമാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തതോടുകൂടി അദ്ദേഹം നിസ്സഹകരണ സമരം അങ്ങോട്ട് നിർത്തിവെച്ചു. അപ്പോൾ നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി ഏത് സംഭവത്തിലൂടെയാണ് നിസ്സഹകരണ സമരം പിൻവലിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായ ദേശീയ പ്രസ്ഥാനം മാറി. സവർണ ജാഥ പഠിച്ചു വെച്ചിരിക്കുക. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അപ്പോൾ 1924 നവംബർ 1 എന്താണ് സവർണ ജാഥ നടക്കുന്നത് അല്ലേ. അതായത് സവർണരെ പങ്കെടുപ്പിച്ചിട്ട് വൈക്കം ക്ഷേത്രം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലുള്ള വഴികൾ എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആവശ്യമായിരുന്നു ഇവിടെ പറയുന്നുണ്ടായിരുന്നത്. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. ഇതിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ്. പൊതുയിടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. നെക്സ്റ്റ് തൂക്കുകയറിനെ ഭയക്കാത്തവർ. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയൻ സമരമുറകൾക്ക് ഗാന്ധിജിയുടെ കുറച്ച് സമരങ്ങൾക്കുള്ള ഒപ്പം തന്നെ എന്താണ് വേറെയും കുറച്ച് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇത്തരം സമരങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ചവരാരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരാണ്. ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ആരൊക്കെയുണ്ട്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. പിന്നെ എന്താണ്? യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നായിരുന്നു ഇവരുടെ ഈ സംഘടനയുടെ ലക്ഷ്യം. നെക്സ്റ്റ്
ഒരു നുള്ളുപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1929 ലാഹോർ സമ്മേളനം വരുന്നത്. അതിലൂടെയാണ് ഗാന്ധിജി എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്? ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നത്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സംരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ എന്താ പറയുന്നത്? ഉപ്പുണ്ടാക്കുന്നതിനായിട്ട് ഗാന്ധിജി ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്ക് നൽകണം, നികുതി നൽകണം അല്ലേ. അപ്പോൾ ഈ ഉപ്പിനെ ഒരു സംരായുധമാക്കി ആണെന്നുണ്ടെങ്കിൽ സംരായുധമാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇതിൽ പങ്കെടുക്കുന്നു ഗാന്ധിജി വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഉപ്പിനെ ഇവിടെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പേര് വരുന്നത് അല്ലേ. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഉപ്പ് കൂടുതലായിട്ട് ഉപ്പിനെ എന്നിട്ടാണ് സംരായുധമാക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കേണ്ടത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജനം സമുദ്രത്തിന് സംഭാവന നൽകും. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡിക്കപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. 78 അനുയായികളാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. 1930 ഏപ്രിൽ 6 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ദണ്ഡി യാത്രയിലെ മലയാളികൾ ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇന്ത്യയൊട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അബ്ദുൽ ഗാഫർ ഖാനാണ്. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലും കുറേ വനിതകൾ ഈ സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് അല്ലേ. കെ കേളപ്പനാണ്, പയ്യന്നൂർ കെ കേളപ്പനാണ്. ഇനി കെ മാധവൻ നായർ, ഈ മൊയ്തു മൗലവിയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടവരാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വമാണെങ്കിൽ കോഴിക്കോട് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ള എന്നിവരാണ് അല്ലേ. മുഹമ്മദ് അബ്ദുറഹ്മാനും പിന്നെ ആരാണ്? പി കൃഷ്ണപിള്ള എന്നിവരാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ അമർത്തി ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാഗന്മാരുടെ റാണി. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിൻ്റെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാകുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്നാണ് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹം. ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്താചലനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 അതായത് സമത്വ സമൂഹ സൃഷ്ടി എന്ന് പറയുന്ന ലക്ഷ്യം ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതായത് അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആക്കാണ്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, AKG എന്നിവരും ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോടെ കൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. ഇനി അംബേദ്കറും പൂന സന്ധ്യയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? BR അംബേദ്കറാണ്. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനായിട്ട് അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ ആവശ്യതകൾ പരിഹരിക്കുന്നതിന് നേരെ അവർ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് വട്ടമേശ സമ്മേളനങ്ങൾ? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് 1930, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? അംബേദ്കറാണ്. ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്.
അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകുമെന്ന് എന്നതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു. അതിൽ 1932 അങ്ങനെ പൂനെ സന്ധി ഒപ്പിടാണ്. ഈ പൂനെ സന്ധിയിൽ എന്താ പറയുന്നത്, പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ട് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നതാണ് ഈ പൂനെ സന്ധിയിൽ. നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരം. ഏറ്റവും അവസാനത്തെ NCയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. എല്ലാ അധികാരവും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിട്ടുപോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. പിന്നെ അങ്ങനെ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെ അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബായെയും പാർപ്പിച്ചത്. എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിലെ. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരൊക്കെയാണ് അരുണ സഫ്ലെയും ജയപ്രകാശ് നാരായണുമാണ്. അതിനാൽ തന്നെ അരുണ സഫ്ലെയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഹർത്താലുകളും പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളൊക്കെ ചുട്ടുചാമ്പലാക്കി. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആചരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തത് MP നാരായണ മേനോൻ, KK കേളപ്പൻ, മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് കേരളത്തിൽ ആചരിച്ചു വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം ദിനം ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 9. നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതുമാണെന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ ആരാണിത് പറഞ്ഞത്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. റേഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INAയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ INA രൂപീകരിക്കുന്ന റേഷ് ബിഹാരി ബോസാണ്. അതിനെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, ഇനി INA മലയാളികളും. INAയുടെ വനിതാ വിഭാഗം നേതാവാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. പിന്നെ ചമ്പാരൻ സമരം, കേദാർ സമരം, തുണിമിൽ സമരം, റൗളത്ത് നിയമത്തിനെതിരെയുള്ള സമരം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയ്ക്കാണ് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ മതവും. സർവേനിയ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം ചർച്ച ചെയ്തു. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേരിലുള്ള രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് ആണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലെയുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. ഇന്ത്യയുടെ പുതിയ വൈസ്രോയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിന്റെയും സർവേന്ത്യ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായി ദീർഘമായി ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു. ഇനി നെക്സ്റ്റ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് 10ാം ക്ലാസ്സിൽ SCERT എന്താ പറയുന്നത് നോക്കാം. ഇതൊക്കെ റിവിഷൻ ക്ലാസ് പോലെ കാണാം കേട്ടോ. ഒന്നും കൂടി പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തറ ആവട്ടെ. ഈ ഒരു ഭാഗം നമ്മൾ പുതിയ SCERT എന്താണെന്നൊക്കെ പഠിച്ചതാണ്. എന്നാലും ഇത് കുറച്ചും കൂടി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മിങ്ങനെ ഓരോന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്താണ് അതൊന്നും കൂടി എന്താണ് തറാവും അല്ലേ.
അപ്പോൾ 10ാം ക്ലാസ്സിൽ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സമരവും സ്വാതന്ത്ര്യവും എന്നാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നീലത്തിൻ്റെ കറ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്താണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതിൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളതാണ് ഇവിടെ വായിക്കാനായിട്ട് പോകുന്നത്. ചമ്പാരൻ എന്ന് പറയുന്ന പേരോ ആ പ്രദേശം പിന്നിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. കുറേ കഷ്ടപ്പാടുകളൊക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ രാജ്കുമാർ ശുക്ലയാണ് ഈ ഒരു കാര്യം ദുരിതവും കഷ്ടപ്പാടൊക്കെ ഗാന്ധിജി അറിയിക്കുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചിരിക്കട്ടെ. രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വിളിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുക. ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം ഇവിടെ പറയുന്നുണ്ട് ഗാന്ധിജി അല്ലേ. അങ്ങനെ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി, അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജി വിലയിരുത്തി. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ഡർബനിൽ നിന്ന് വിക്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിൽ 1917 അഹമ്മദാബാദിലെ തുണി മിൽ സമരം ഗുജറാത്തിലാണ് 1918. കേരളത്തിലെ കർഷക സമരം ഗുജറാത്ത് 1918. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും അദ്ദേഹം ചെയ്തു. 1918 നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് അഹമ്മദാബാദ് മിൽ സമരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നികുതി വർധനവിനെതിരെയാണ് അല്ലേ, അതായത് നികുതി വർദ്ധിച്ചതിനെതിരെയായിരുന്നു അദ്ദേഹം ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ആണ് ആ ഒരു സമരം വരുന്നതെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ എന്താണ് കേരള സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഇനി ഇവിടെ പഠിക്കുന്നത് എന്താണ് പ്ലേഗ് ബോണസ്? 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം 1ാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിനെ പ്രേരിപ്പിച്ചത്. നെക്സ്റ്റ് ഗാന്ധിജി ചലച്ചിത്രത്തിൽ പഠിക്കാം. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന് പറയുന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. അതുപോലെ തന്നെ ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്താണ് ഗാന്ധി എന്ന് പറയുന്ന ചലച്ചിത്രം. അതുപോലെ തന്നെ ശ്യാം ബെനഗലിൻ്റെതാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ഓക്കെ, അതിലേക്ക് കൂടുതലായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ദേശീയ സമരത്തിലേക്ക് ഇവിടെ നമുക്ക് 1919 കരി നിയമത്തെക്കുറിച്ച് മീൻസ് റൗളത്ത് നിയമത്തെക്കുറിച്ചിട്ടും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് ഏതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. നെക്സ്റ്റ് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും നമ്മൾ പറഞ്ഞു 1920 നിസ്സഹകരണ സമരം നടക്കുന്നത് അല്ലേ. നിസ്സഹകരണ സമരത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണങ്ങളാണ്. നവതിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു.
ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിനെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുക, അതുപോലെ തന്നെ ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുക, ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, ഹിന്ദി പ്രചരിപ്പിച്ചു. അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി പീഠം, ഗുജറാത്ത് പീഠം, അതുപോലെ തന്നെ ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവയ്ക്ക് നമ്മൾ പുതിയ SCRT കണ്ടുല്ലേ ഈ ഒരു പോയിൻ്റൊക്കെ. ഇനിയും നമ്മൾ പറഞ്ഞു മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് നേതാക്കൾ. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സ്ഥാനം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. തൽഫലമായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മൂക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തപ്പെട്ടു. ഈ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത് ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ്. ഇനി പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷതയിൽ INC, നമുക്കറിയാം 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. അതിൽ അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അതിലേതൊക്കെയാണ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. പഠിച്ചു വെച്ചിരിക്കാം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് പറയുന്നതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇനി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങൾ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇനി ഉപ്പ് സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിന് 2 ഭാഗം ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്ത് കളയുക എന്നത്. ഈ നെക്സ്റ്റ് വട്ടമേശ സമ്മേളനങ്ങൾ നമ്മൾ പറഞ്ഞു. 30, 31, 32 സമയത്താണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ ആര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? BR അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കിയ നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ നമ്മൾ പറഞ്ഞു പയ്യന്നൂരാണ്. തമിഴ്നാട്ടിലേതാണ്? വേദാരണ്യം. തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? വേദാരണ്യത്തിലാണ്. മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഗാലി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം എന്നിവിടങ്ങളിലൊക്കെ നിയമലംഘന സമരം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തി. നെക്സ്റ്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഗാന്ധിജി പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കാം. ഇനിയും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, 2ാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്നുള്ളൊരു തോന്നൽ. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാരെ നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വതന്ത്രപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങളും ഇലക്ട്രോ ലൈനുകളൊക്കെ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇനി വേറിട്ട വഴികൾ നമ്മളിവിടെ പറയുന്നുണ്ട്. INA കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട പോയിന്റ്
എന്തായിരുന്നു ഗാന്ധിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ തുടങ്ങി. അങ്ങനെ CR ദാസും മോത്തിലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളോടൊക്കെ എതിർത്തിട്ടാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. നിയമനിർമ്മാണ സഭകളിൽ അവർ ബഹിഷ്കരിക്കുന്നില്ല, പക്ഷെ എന്താണ് ഇതിൽ പങ്കെടുക്കണം അല്ലേ എല്ലാവരും, അതെന്ന് പറയുന്നത് എല്ലാവരുടെ അഭിപ്രായത്തിനുള്ള വേദികളാകണമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗാന്ധിജിയോടുള്ള വിയോജിപ്പ് കുറേ പേരിൽ ഇവരാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 നോക്കി 1923 സ്വരാജ് പാർട്ടി രൂപം നൽകിയത്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരാണ് ഇതിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. എന്താണ് കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായ ലാല ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അങ്ങനെ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. 1931 മാർച്ച് 23 ഇവരെ തൂക്കിലേറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാരണം എന്താ പറയുന്നത്, ലാല ലജ്പത് റായിയുടെ മരണത്തിനിടയാക്കിയത് എന്തായിരുന്നു, ലാത്തി ചാർജിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലേ. സാൻഡേഴ്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, അത് അവരെ വധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭഗത് സിംഗും ബതുകേശ്വറും ദത്തും ചേർന്നിട്ട് ബോംബ് എറിയുന്നുണ്ട്. അങ്ങനെ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. ഇനി അഭിനവ് ഭാരത് സൊസൈറ്റി VD സർക്കാരിൻ്റെതാണ്, VD സവർക്കറിൻ്റെതാണ്. അനുശീലൻ സമിതി വരേന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്, അതുപോലെ തന്നെ ഗദ്ദർ പാർട്ടി ലാല ഹർദിയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഈ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചു. നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുൺ ആസഫ് എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്ത് നേതൃത്വം നൽകാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിനെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണും അരുൺ ആസഫലിയുമാണ്. ഇനി ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം എന്താണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ഫോർവേഡ് ബ്ലോക്ക്. പിന്നീട് റേഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA എന്ന് പറയുന്ന കാര്യം ആര് ഏറ്റെടുക്കുന്നുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ INA-യുടെ വനിതാ വിഭാഗമായിട്ടുള്ള ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. നെക്സ്റ്റ് വാഞ്ചി അയ്യർ. ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷിയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ ഫ്ലാറ്റിൽ തന്നെ അദ്ദേഹം ആത്മഹൂതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: വാഞ്ചി തീർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢ നിദ്രയിൽ നിന്നും ഉണർത്തിയെന്ന്. അപ്പോൾ വാഞ്ചി അയ്യർ ആരാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഇനി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയാക്കി. ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ചുവടെ പറയുന്നവയാണ്: അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ,
പിന്നെ AITUC രൂപീകരിച്ചത് ആരാണ്? MN ജോഷിയും ലാല ലജ്പത് റായിയുമാണ്. ഏത് ഇയറാണ്? 1920 പഠിച്ചു വെച്ചിരിക്കുക. 1920 MN ജോഷി, ലാല ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത IITUC രൂപീകരിക്കുന്ന ഈ സംഘടനയെ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. അങ്ങനെ NG രംഗ് അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിച്ചു. സ്ഥാപിച്ചത് NG രംഗ് അടക്കമുള്ള കർഷക നേതാക്കളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. പിൽക്കാലത്ത് ഇതിനെ അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിക്കുന്നുണ്ട്, അതിനുശേഷം അഖിലേന്ത്യാ കിസാൻ സഭയായിട്ട് മാറാണ്. അപ്പോൾ ഇതിൽ ഇവർ പിന്നീട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകുന്നുണ്ട്. കുറേ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകുന്നുണ്ട്. ചില ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ഇനി കുറച്ച് സമരങ്ങൾ പറയുന്നുണ്ട്. തേബാഗ സമരം എവിടെയാണ്? ബംഗാളിലാണ്. തെലങ്കാന സമരം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം ബോംബെയിലാണ്. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക് അതിർത്തി ഗാന്ധി അറിയപ്പെടുന്ന ആരാന്ന് നാം പറഞ്ഞു? ഖാൻ അബ്ദുൾ ഗഫർ ഖാനാണ് അല്ലേ. നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ഇനി ഇന്ത്യയുടെ അനുഭവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രത്യേക രാജ്യം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അതിലെന്തൊക്കെ പറയുന്നത്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനായിട്ട് ഒരു ഹിതപരിശോധന നടത്താം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കാം. കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൾ ഗഫർ ഖാനെ പോലെയുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ആക്ട് പാസ്സാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പഴയ SCRTയിലും പുതിയ SCRTയിലും കുറച്ച് പോയിൻറ്റ്സൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും കുറച്ച് പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ NCERT പാഠഭാഗം ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.